പക്ഷേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നേയില്ല. അവളുടെ കരഞ്ഞു വീർത്ത കൺപോളകളും വാടിത്തളർന്ന മുഖവും രോഹിത് കാണുന്നുണ്ടായിരുന്നു. അന്ന് ആദ്യമായി അവന് അവളോട് വല്ലാത്ത നന്ദി തോന്നി, അലിവ് തോന്നി. ഒരു നോട്ടം അവൾ തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലോ എന്ന് വല്ലാത്തൊരു കൊതിയും. ശിവ ഒരു നോട്ടം പോലും തന്നെയൊന്ന് നോക്കുന്നില്ലെന്ന് കണ്ട് രോഹിത് അച്ഛനരികിലേക്ക് ചെന്നു. അച്ഛാ, ഞാൻ. അവൻ അച്ഛനരികെ ചെന്ന് പതിയെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ബോധമില്ലാത്ത അമ്മയെയും വെച്ച് ഇവളൊറ്റയ്ക്ക്. സാരമില്ല, അത് വിട്ടുകളഞ്ഞേക്ക്, അച്ഛൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. രോഹിത് നിറഞ്ഞ കണ്ണുകളോടെ കുറച്ച് മാറിയുള്ളൊരു കസേരയിൽ വന്നിരുന്നതും മിഥുൻ രോഹിത്തിന് അരികിൽ ചെന്നിരുന്നു. സാരമില്ലടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും നീ ഒന്ന് മാറി ചിന്തിക്ക്, മിഥുൻ രോഹിത്തിനെ നോക്കി ദയനീയമായി പറഞ്ഞു. എന്നാൽ അതിലും ദയനീയമായൊരു നോട്ടമായിരുന്നു രോഹിത് മിഥുന് തിരിച്ചു നൽകിയത്. അല്ല, നിന്റെ ഫോൺ എന്താ സൈലന്റ് ആണോ? മിഥുൻ രോഹിത്തിനോട് ചോദിച്ചു. അപ്പോഴാണ് രോഹിത്തിൻ്റെ ഫോൺ ശബ്ദിച്ചത്. നേരത്തെ വീട്ടിലെത്തിയപ്പോൾ രോഹിത് സൈലന്റ് മാറ്റിയിരുന്നു. രോഹിത് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. ജീവ എന്ന് തെളിഞ്ഞു കണ്ടതും രോഹിത്തിൻ്റെ മുഖത്ത് എന്തോ ഒരു തരം വെപ്രാളം നിറഞ്ഞു വന്നു. അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ലോക്ക് ചെയ്ത് പോക്കറ്റിലേക്കിട്ടു. എന്നാൽ ആ പേര് മിഥുൻ വ്യക്തമായി കണ്ടിരുന്നു. എന്ന് തുടങ്ങിയതാ ഇത്? ശരി, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞുകൊണ്ട് മിഥുൻ എഴുന്നേറ്റ് അച്ഛനരികെ ചെന്നു നിന്നു. രോഹിത് മിഥുനെ ദയനീയമായി നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ മിഥുൻ അവന് നേരെ ഒരു നോട്ടം പോലും നൽകിയില്ല. പക്ഷെ നോക്കാതെ തന്നെ മിഥുൻ അറിയുന്നുണ്ടായിരുന്നു തന്നെ ദയനീയമായി നോക്കിയിരിക്കുന്ന രോഹിത്തിനെ. ശരിയാണ്, കൂട്ടുകാരനാണ്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും എങ്ങനെയാണ് സഹിച്ചു നിൽക്കുന്നത്? ശിവയുമായുള്ള കല്യാണം വരെ ജീവ എന്നൊരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു, അത് തനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായി ഇങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ രോഹിത്തിന് ഉള്ളതുപോലെ. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു, രോഹിത് തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്, ഒരുപാട് അകന്നതുപോലെ തോന്നിയിട്ടുണ്ട്. പണ്ട് എന്ത് കാര്യവും തുറന്നു പറഞ്ഞിരുന്ന രോഹിത് ഇപ്പോൾ ഒന്നും പറയാറില്ല. ഈ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ അതിനർത്ഥം അവൻ ശിവയെ ചതിക്കുകയാണെന്നല്ലേ? മിഥുൻ ശിവയെ ഒന്ന് നോക്കി. ദേവതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പെണ്ണിനെ കുറിച്ച് പറയേണ്ടത്? ഇത്രമേൽ നിഷ്കളങ്കമായ, ഇത്രമേൽ സ്നേഹിക്കുന്ന, ഇത്രമേൽ പാവം പിടിച്ച ഒരു പെണ്ണിനെ വേറെ കാണാൻ കിട്ടില്ല. ഇവളെപ്പോലെ ഒരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയ ഇവൻ എന്ത് ഭാഗ്യവാനാണ്. പക്ഷേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയില്ലേ? അല്ലെങ്കിൽ കസ്തൂരിമാൻ കസ്തൂരിയുടെ ഗന്ധം തേടിപ്പോകുന്നത് പോലെ എന്ന് പറയില്ലേ? അതുപോലെ തന്നെ ഇത്രമേൽ പവിത്രതയുള്ള ഒരു പെണ്ണിനെ വീട്ടിൽ വെച്ചിട്ടാണ് അവൻ വേറെ ബന്ധത്തിന് പോകുന്നത്. ആലോചിക്കും തോറും മിഥുന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഇവൻ അറിയില്ലേ ഇവനൊരു ഭർത്താവാണെന്ന്? ഇവൻ താലി കിട്ടിയ ഒരു പെണ്ണ് ഇവൻ്റെ വീട്ടിലുണ്ടെന്ന്? ഇനി ഈ ജീവ എന്ന് പറയുന്ന പെണ്ണിന് ഇതൊന്നും അറിയില്ലെന്നാണോ? അതോ ഇനി എല്ലാം അറിഞ്ഞിട്ടാണോ ജീവയും ഇവനും തമ്മിൽ? എങ്ങനെയായാലും വേണ്ടില്ല, രോഹിത്തിനോട് മാത്രം വല്ലാത്തൊരു നീരസം തോന്നുന്നുണ്ട്, വല്ലാത്തൊരു തരം നീരസം. അതിനേക്കാളുപരി ഈ പാവം പിടിച്ച പെണ്ണിനോട് വല്ലാത്തൊരു അലിവ്. രോഹിത് ആരെയും നോക്കാതെ തലയും കുനിച്ചിരുന്നു. അവന് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും വീണ്ടും ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും സംസാരിക്കാൻ കഴിയാത്തത് ആ പെണ്ണിൻ്റെ കുറ്റമല്ലെന്ന് അവൻ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അമ്മയെ റൂമിലേക്ക് മാറ്റാൻ നേരം എല്ലാവരുടെയും ഉള്ളിലൊരു ആശ്വാസമായിരുന്നു. കയ്യിലും കാലിലും വെളുത്ത പ്ലാസ്റ്ററുകൾ ഇട്ട് മരുന്നിൻ്റെ മയക്കത്തിൽ കണ്ണുകൾ അടച്ച് അമ്മ സ്ട്രെച്ചറിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ശിവയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. രോഹിത്തും മിഥുനും അച്ഛനും അമ്മയെ ബെഡിലേക്ക് കിടത്താൻ സഹായിച്ചു. റൂമിലെ ബെഡിലേക്ക് അമ്മയെ മാറ്റി കിടത്തിയ ശേഷം നഴ്സും അറ്റൻഡറും പോയി. പക്ഷേ എല്ലാവരേക്കാളും വേഗത്തിൽ അമ്മയ്ക്ക് വേണ്ട തലയണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചും പുതപ്പ് ശരിയാക്കിയും ശിവ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മ പതുക്കെ കണ്ണുകൾ തുറന്നു. മുൻപിൽ നിൽക്കുന്ന രോഹിത്തിനേക്കാൾ അമ്മയുടെ കണ്ണുകൾ തിരഞ്ഞത് ശിവയെയായിരുന്നു. അവരുടെ ഉള്ളിൽ അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ ആർത്തു കരഞ്ഞവളുടെ മുഖമായിരുന്നു.
ശിവ പതിയെ അമ്മയുടെ കവിളിലൊന്ന് തലോടി. അമ്മയുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പേടിച്ചു പോയി എന്ന് ആംഗ്യം കാണിക്കുന്ന ശിവയെ അമ്മ പതിയെ തൻ്റെ കൈകൾ കൊണ്ട് അരികിലേക്ക് ചേർത്തു. പേടിക്കണ്ടാട്ടോ, അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നുമില്ല. ഒത്തിരി കരഞ്ഞില്ലേ അമ്മയുടെ കുഞ്ഞ്? ഇനി കരയേണ്ട, അമ്മ പതിയെ പറഞ്ഞു. കരഞ്ഞ കണ്ണുകളോടെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് രേവതി. അമ്മയ്ക്കൊന്നുമില്ല എൻ്റെ കുഞ്ഞെ, ഒരു ചെറിയ തലചുറ്റല്, വീണപ്പോൾ കൈയും കാലും ഒന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ, സാരില്ല, അമ്മ രേവതിയുടെ മുടിയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു രോഹിത്. ഒരു വശത്ത് അമ്മയോടുള്ള സ്നേഹം, മറുവശത്ത് കുറ്റബോധം. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. സാരമില്ലടാ, ഇത്ര വലുതായിട്ടും ഇങ്ങനെ കരഞ്ഞാലോ? നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന രോഹിത്തിനെ കണ്ട് അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് അറിയില്ലല്ലോ രോഹിത് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞതും സൈലന്റ് ആക്കിയതും ഒന്നും. പെട്ടെന്നാണ് അവൻ്റെ പോക്കറ്റിലിരുന്ന ഫോൺ വീണ്ടും റിങ് ചെയ്തത്. അവൻ എടുത്തു നോക്കി. സ്ക്രീനിൽ ജീവ എന്ന് തെളിഞ്ഞു. അവൻ ഫോൺ സൈലന്റ് ചെയ്ത് വേഗം പോക്കറ്റിലേക്ക് വെച്ചു. ആരാ മോനെ? അത്യാവശ്യമായിരിക്കും, മോൻ എടുത്തോ, അമ്മ പറഞ്ഞു. ഏയ്, അത് അത്യാവശ്യമൊന്നുമല്ല അമ്മേ, പറഞ്ഞുകൊണ്ട് അവൻ മിഥുനെ ഒന്ന് നോക്കി. മിഥുൻ അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മിഥുൻ്റെ മുഖം ഒന്നുകൂടി ഇരുണ്ടു. മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മ മിഥുനോട് ചോദിച്ചു. അപ്പോഴേക്കും ആരെയും വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ മിഥുനേട്ടനാണ് അമ്മയെ രക്ഷിച്ചതെന്നും ഞാൻ ഒത്തിരി പേടിച്ചു പോയെന്നുമൊക്കെ ശിവ പറഞ്ഞു. അമ്മ സ്നേഹത്തോടെ മിഥുനെ ഒന്ന് നോക്കി. ഇവളുണ്ടല്ലോ അമ്മേ, കരഞ്ഞുകൊണ്ട് ഓടിക്കേറിയത് എൻ്റെ വണ്ടിക്ക് മുൻപിലേക്ക്. ഭാഗ്യത്തിനാ ഒന്നും പറ്റാതിരുന്നത്. ഞാനല്ല അമ്മേ, ദേ ഇവളുള്ളതുകൊണ്ടാ അമ്മയ്ക്കൊന്നും പറ്റാതിരുന്നത്, മിഥുൻ പറഞ്ഞു. രോഹിത് കൂടി കേൾക്കാൻ വേണ്ടി അല്പം ശബ്ദത്തിലാണ് അവനത് പറഞ്ഞത്. വെപ്രാളത്തോടെ കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ മുഖം അമ്മ ഓർത്തു. ആ കരച്ചിൽ കണ്ടുകൊണ്ടാണ് ബോധം പോയത്. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവള് ഞങ്ങളുടെ ഭാഗ്യ, എൻ്റെ മോൻ്റെ ഭാഗ്യം, അമ്മ പറഞ്ഞതു മിഥുനൊരു പുച്ഛച്ചിരിയോടെ രോഹിത്തിനെ ഒന്ന് നോക്കി. മിഥുൻ്റെ ആ ചിരിയിൽ താനാകെ ഉരുകിയൊലിക്കുന്നത് പോലെ രോഹിത്തിന് തോന്നി. അവൻ പതിയെ പുറത്തേക്കിറങ്ങിയതും അച്ഛൻ അമ്മയ്ക്ക് അരികിൽ ചെന്നിരുന്നു. നിങ്ങളെല്ലാം ഇങ്ങനെ പേടിച്ചാലോ? ഒന്നുമില്ല മാധവേട്ട, അമ്മ പറഞ്ഞു. അമ്മയെ എല്ലാവരും സമാധാനിപ്പിക്കുന്നതിന് പകരം അമ്മ എല്ലാവരെയും സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണ്. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് മിഥുൻ പുറത്തേക്കിറങ്ങി. വരാന്തയുടെ അങ്ങേ അറ്റത്ത് നിൽപ്പുണ്ട് രോഹിത്. മിഥുൻ രോഹിത്തിൻ്റെ അരികിലേക്ക് നടന്നു. അരികിൽ ഒരാൾ വന്നു നിൽക്കുന്നതറിഞ്ഞ് രോഹിത് തിരിഞ്ഞു നോക്കി. മിഥുനാണ്. പക്ഷേ അവനൊന്നും പറയുന്നില്ല. മിഥുൻ, അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, രോഹിത് ഒരു പതർച്ചയോടെ പറഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് രോഹി. നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? ഒരു വശത്ത് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറായി നിൽക്കുന്ന നിന്റെ ഭാര്യ, മറുവശത്ത് ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയവനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരുത്തി. നീ ഈ ചെയ്യുന്നത് വലിയ ചതിയാടാ, മിഥുൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. രോഹിത് മറുപടി പറയാതെ തല കുനിച്ചു നിന്നു. അതിൽ നിന്നും തന്നെ മിഥുന് സത്യം എന്തെന്ന് മനസ്സിലായി. ഇതുവരെ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെണ്ണിന് അറിയോ നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്? മിഥുൻ ചോദിച്ചു. രോഹിത് ഒന്ന് മൂളി. എന്നിട്ടെന്താ ഉദ്ദേശം? മിഥുൻ വീണ്ടും ചോദിച്ചു. അത് അവൾക്ക് കല്യാണം കഴിക്കണമെന്നാ. എനിക്കും, രോഹിത് പറഞ്ഞത് മിഥുനൊന്ന് ഞെട്ടി. എടാ നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോൾ ശിവ അവളെ എന്ത് ചെയ്യണം? മിഥുൻ ചോദിച്ചു. രോഹിത്തിന് അതിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് ഈ കിട്ടിയ ജീവിതത്തിൻ്റെ വില എന്തെന്ന് അറിയില്ല, ആ അകത്ത് നിൽക്കുന്ന പെണ്ണിൻ്റെയും. പിന്നെയും എന്തോ പറയാൻ വന്നതിനെ തടഞ്ഞുകൊണ്ട് മിഥുൻ തിരിഞ്ഞു നടന്നു. മിഥുൻ പോകുന്നത് നോക്കി അങ്ങനെ നിൽക്കാനേ രോഹിത്തിന് ആയുള്ളൂ. കുറച്ചു കഴിഞ്ഞതും മിഥുൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടു. തന്നെയൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ രോഹിത് പതിയെ മുറിയിലേക്ക് നടന്നു. മിഥുൻ ഇപ്പോൾ പോയതേ ഉള്ളൂ, നീ കണ്ടില്ലേ? നാളെ ജോലിക്ക് പോകാനുള്ളത് കൊണ്ടാ എല്ലിൽ നിന്നേനെ എന്നൊക്കെ പറഞ്ഞു. പാവം കുട്ടി, സ്നേഹമുള്ള മോന, നീ കണ്ടില്ലേ? അമ്മ ചോദിച്ചു. രോഹിത് ഒന്ന് മൂളി. അവൻ ശിവയെ ഒന്ന് നോക്കി. അവൾ അമ്മയ്ക്ക് മധുരനാരങ്ങ കൊടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ. ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതുപോലെ അവളുടെ ശ്രദ്ധ അത്രയും അമ്മയുടെ മേലാണ്.
ഇടയ്ക്ക് രേവതിയുടെ വായിലും നാരങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ നിമിഷം രോഹിത്തിന് അവളോട് തോന്നിയത് വല്ലാത്തൊരു കൗതുകമായിരുന്നു. ഇത്രയും നാൾ താൻ വെറുത്ത, സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയ ഈ പെണ്ണാണോ തൻ്റെ കുടുംബത്തെ താങ്ങി നിർത്തുന്നത്? അവനറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അപ്പോഴും ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്ന ജീവയുടെ കോൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. രണ്ടു പേർക്കിടയിൽ ആരെ തിരഞ്ഞെടുക്കും എന്നറിയാത്ത ഒരു വലിയ കുരുക്കിലായിരുന്നു അവൻ്റെ മനസ്സ്. ഒരു വശത്ത് തന്നോട് ഒട്ടി നിൽക്കുന്ന ജീവയുടെ സ്മാർട്ട്നെസ്, മറുവശത്ത് നിശബ്ദത കൊണ്ട് സ്നേഹം വിതറുന്ന ശിവ. ശിവയും രേവതിയും ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടിരുന്നോളാം എന്ന് തീരുമാനിച്ചു. അവർക്ക് വേണ്ട ഡ്രസ്സും അത്യാവശ്യം പാത്രങ്ങളും ഒക്കെ എടുക്കണം. അതിനായി അച്ഛനും രേവതിയും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ മുറിയിൽ അമ്മയ്ക്കൊപ്പം ശിവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രോഹിത് മുറിക്ക് പുറത്തുള്ള വരാന്തയിൽ ഇരിപ്പുണ്ട്. അവനാകെ തല പെരുത്തു കയറുന്നുണ്ടായിരുന്നു. കസേരയിൽ തലയ്ക്ക് കൈകൊടുത്ത് അവൻ കണ്ണുകൾ അടച്ചങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ജീവയുടെ കോൾ വീണ്ടും വരുന്നത്. ശിവ മുറിയിലാണ്. ഇപ്പോഴാണെങ്കിൽ വേറെ ആരുമില്ല. അവൻ കോൾ എടുത്തുകൊണ്ട് വരാന്തയ്ക്ക് അപ്പുറത്തേക്ക് നടന്നു. രോഹിയേട്ടാ, എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ എത്ര തവണ വിളിച്ചു? കോൾ എടുത്തതും ജീവ ചോദിച്ചു. രോഹിത് ഇഷ്ടമാണെന്നും കല്യാണം കഴിച്ചോളാമെന്നുമൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് ഇപ്പോഴും ചെറിയൊരു പേടിയൊക്കെയുണ്ട്. അവൻ അവൻ്റെ ഭാര്യയെ സ്നേഹിച്ചു പോയാലോ എന്ന്. കാരണം പെണ്ണ് തന്നെയാണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൻ അവളോട് സ്നേഹം തോന്നിക്കൂടായിക ഇല്ലെന്ന്. ജീവ, ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്, രോഹിത് പറഞ്ഞു. അയ്യോ, എന്തു പറ്റി? ജീവ ഒരു തരം വെപ്രാളം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. ഇവനല്ലെങ്കിൽ മറ്റൊരുത്തൻ, അല്ലാതെ ഇവൻ എന്തെങ്കിലും പറ്റിയാൽ തനിക്കെന്താണ്? അവളുടെ ഉള്ളിൽ അതാണ്. എനിക്കല്ല, അമ്മയ്ക്കാണ്. ഓ, സമാധാനം. ഞാൻ പേടിച്ചു പോയി. അല്ല, അമ്മയ്ക്കെന്തു പറ്റി? അവൾ നിസ്സാരമായി ചോദിച്ചു. അത് കേട്ടതും രോഹിത്തിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. BP കുറഞ്ഞ് തല ചുറ്റി വീണതാ. കൈയുടെയും കാലിൻ്റെയും എല്ല് പൊട്ടി. പെട്ടെന്ന് കൊണ്ടുവന്നത് നന്നായി എന്നാ ഡോക്ടർ പറഞ്ഞേ, അവൻ പറഞ്ഞു. പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ പ്രയാസം വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ, മനസ്സിലായി. അതുകൊണ്ടാണല്ലേ കോൾ എടുക്കാതിരുന്നേ? ഞാൻ കരുതി ആ പെണ്ണിൻ്റെ പിന്നാലെ എങ്ങാനും പോയോ എന്ന്. പേടിച്ചു പോയി ഞാൻ. സാരമില്ല, കോൾ എടുക്കാൻ പറ്റാതിരുന്നതോർത്ത് രോഹിയേട്ടന് സങ്കടപ്പെടേണ്ട. എനിക്ക് ഈ സങ്കടമൊന്നുമില്ല, അവൾ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് ഇവൾ ഇതെന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് രോഹിത് ചിന്തിച്ചു പോയി. അമ്മയെപ്പറ്റി ഇവൾക്കൊന്നും അറിയണ്ടേ? അറ്റ്ലീസ്റ്റ് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഡോക്ടർ എന്താ പറഞ്ഞത് എന്നെങ്കിലും ചോദിക്കണ്ടേ? അവൻ അതിനൊന്നും പറയാതെ ഒന്നമർത്തി മൂളിയതേ ഉള്ളൂ. അപ്പോഴാണ് ജീവയ്ക്ക് കാര്യം പിടികിട്ടിയത്. അയ്യോ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എന്നിട്ടിപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് രോഹിയേട്ടാ? ഡോക്ടർ എന്താ പറഞ്ഞേ? അവൾ സങ്കടവും പേടിയുമൊക്കെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. കൈക്കും കാലിനും പ്ലാസ്റ്റർ ഇട്ടു. ഡിസ്ചാർജിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അവൻ പറഞ്ഞു. രോഹിയേട്ടൻ എന്നിട്ടിപ്പോൾ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? ആ, അതെ. അവിടെ ആരൊക്കെയാ ഉള്ളത്? ആ പൊട്ടിയും അവിടെയുണ്ടോ? വല്ലാത്തൊരു പുച്ഛത്തോടെ ജീവ രോഹിത്തിനോട് ചോദിച്ചു. അവളുടെ ആ ചോദ്യത്തിൽ തന്നെ അവൻ എന്തോ ഒരു വല്ലായ്മ തോന്നി. എല്ലാവരുമുണ്ട്, അച്ഛനും രേവതിയും എല്ലാവരും. എന്തോ അവൻ അങ്ങനെ പറയാനാണ് തോന്നിയത്. അതാണ് ആകെയുള്ളൊരു സമാധാനം. രോഹിയേട്ട, ഞാൻ പിന്നെ വിളിക്കാം. ചെറിയൊരു പാർട്ടിയുണ്ട്. ഞാൻ നൈറ്റ് വിളിക്കാം. ഉമ്മ, ബൈ പറഞ്ഞുകൊണ്ട് ജീവ ഫോൺ വെച്ചു. രോഹിത് അല്പസമയം ഫോണും പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. എന്തോ മനസ്സാകെ വല്ലാത്തൊരു അസ്വസ്ഥത. ഇതുവരെ ജീവയെ വിളിക്കുമ്പോൾ തോന്നാതിരുന്ന ഒരു തരം അസ്വസ്ഥത. അവൻ പതിയെ നേരത്തെ ഇരുന്നിരുന്ന കസേരയിൽ തന്നെ വന്നിരുന്നു. വെറുതെ തലയ്ക്കും കൈകൊടുത്ത് കണ്ണും അടച്ചങ്ങനെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും അവിടെ കണ്ട കാഴ്ച അവൻ്റെ ഉള്ളിലെ ആ വല്ലായ്മയെ പതിയെ നീക്കാൻ ശക്തിയുള്ളതായിരുന്നു. ശിവ അമ്മയുടെ അരികിലിരുന്ന് പതിയെ അമ്മയുടെ തലമുടിയിലൂടെ തലോടുകയാണ്. അമ്മ മയക്കത്തിലാണ്. ശിവയുടെ കണ്ണുകൾ ഇപ്പോഴും ചുവന്നിരിക്കുന്നു. അവൻ മുറിയിലേക്ക് വരുന്നത് കണ്ട് അവൾ അവനെ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. പണ്ട് തന്നെ കാണുമ്പോൾ ആ ചുണ്ടുകളിൽ വിരിയാറുള്ള ആ പുഞ്ചിരി ഇപ്പോൾ അവളിലില്ലെന്ന് അവന് തോന്നി. ശിവ, നീ കുറച്ചു നേരം വേണമെങ്കിൽ കിടന്നു. ഞാൻ നോക്കിക്കോളാം അമ്മയെ. രോഹിത് പതിയെ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, അവൻ വീണ്ടും പറഞ്ഞു.
അവൾ വേണ്ടെന്ന് തലയാട്ടി. അവനോട് ഒന്നും പറയാൻ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. താൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പറയുന്നതിനെ കളിയാക്കി കാണുന്ന അവനോട് ഒന്നും പറയണമെന്നുണ്ടായിരുന്നില്ല അവൾക്ക്. അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവൾ അവിടെ തന്നെ ഇരുന്നു. അവളുടെ ആ കരുതലും സ്നേഹവും ഒരു പ്രത്യേക കൗതുകത്തോടെ രോഹിത് ആ സമയം നോക്കി നിന്നുപോയി. ഒരു വശത്ത് ശിവയുടെ നിഷ്കളങ്കമായ സ്നേഹം, മറുവശത്ത് ജീവയുടെ കലപില സംസാരവും സ്മാർട്ട്നെസ്സും. ജീവ വിളിക്കുമ്പോൾ അവൻ കോളെടുത്ത് സംസാരിക്കാറുണ്ട്. പക്ഷേ ഫോൺ വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ശിവയെ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ കുറ്റബോധം ഇരച്ചു കയറും. ആരെ തിരഞ്ഞെടുക്കണം എന്നറിയാത്ത ഒരു വലിയ ഊരാക്കുടുക്കിലായിരുന്നു അവൻ. തന്നെയും തൻ്റെ കുടുംബത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന, താൻ താലി കെട്ടിയ തൻ്റെ ഭാര്യയോ, അതോ തൻ്റെ സ്വപ്നങ്ങളിലെ പെണ്ണായ കാമുകിയോ? രോഹിത്തിൻ്റെ മനസ്സ് ഒരു വടംവലിയിലായിരുന്നു. താൻ ചെയ്യുന്നത് വലിയൊരു ചതിയാണെന്ന് അവൻ്റെ മനസാക്ഷി പറയുന്നുണ്ട്. എങ്കിലും ജീവയെ പാടെ ഒഴിവാക്കാൻ അവന് കഴിയുന്നുമില്ല. ഹോസ്പിറ്റൽ മുറിയിലെ ആ നിശബ്ദതയിൽ ഉറങ്ങിക്കിടക്കുന്ന അമ്മയെയും തന്നെ സ്നേഹത്തോടെ നോക്കുന്ന ശിവയെയും കണ്ടപ്പോൾ രോഹിത് വല്ലാതെ തളർന്നുപോയി. അച്ഛനും രേവതിയും തിരിച്ചെത്തുമ്പോൾ മുറിക്ക് മുൻപിലെ വരാന്തയിലുള്ള കസേരയിൽ രോഹിത് ഇരിപ്പുണ്ടായിരുന്നു. രോഹിത്തിന് ഇതുവരെ ശിവയോട് സ്നേഹം തോന്നി തുടങ്ങിയിട്ടില്ലെന്ന് അച്ഛനും രേവതിക്കും അറിയാമായിരുന്നു. വല്ലാത്തൊരു നോവോടെ രോഹിത്തിനെ ഒന്ന് നോക്കിയ ശേഷം തൻ്റെ മകന് നല്ല ബുദ്ധി വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ രേവതിയെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. തങ്ങളെല്ലാവരും ചേർന്ന് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും ജീവിതവും തകർത്തു കളഞ്ഞോ എന്നൊരു ചിന്ത അച്ഛന് തോന്നി തുടങ്ങിയിരുന്നു. അവർ രാത്രിയിലേക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് രേവതിക്കും ശിവയ്ക്കും വേണ്ടിയുള്ളത് മാത്രമായിരുന്നു. രേവതിയെയും ശിവയെയും ആശുപത്രിയിലാക്കി അച്ഛനും രോഹിത്തും രാത്രി വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. രാവിലെ വെളിച്ചമാകുമ്പോഴേക്കും തിരികെ എത്താമെന്ന് അവർ കരുതി. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വീട്ടിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ കോളേജിൽ പോകുന്നില്ലെന്ന് രേവതിയും തീരുമാനിച്ചു. രോഹിത്തും അച്ഛനും എന്നും രാവിലെ ആശുപത്രിയിൽ വരികയും രാത്രി വീട്ടിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ഈ 3 ദിവസവും രോഹിത് ഓഫീസിലേക്ക് പോയിരുന്നില്ല. അവൻ്റെ സ്വന്തം ഓഫീസ് ആയതുകൊണ്ട് തന്നെ ആരോടും ഉത്തരം പറയേണ്ട ആവശ്യവുമില്ല. ഇതിനിടയിൽ എന്താണ് ഓഫീസിൽ വരാത്തത്, എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് ജീവ എപ്പോഴും വിളിച്ച് ബഹളം വെക്കുമായിരുന്നു. പലതവണ രോഹിത് ഇത് കേട്ടുനിന്നു. ഒടുവിൽ ദേഷ്യം വന്നപ്പോൾ എൻ്റെ അമ്മയാണ് ഇവിടെ കിടക്കുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റൂ എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ വെച്ചു. ഇത് എൻ്റെ ഓഫീസാണ്, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട എന്നും അവൻ പറഞ്ഞിരുന്നു. ജീവയുടെ ഫോൺ കോളുകൾ രോഹിത്തിനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അവൾക്ക് വേണ്ടത് അവളുടെ സന്തോഷങ്ങൾ മാത്രമാണ്. അന്ന് വൈകിട്ടും ജീവ അവനെ വിളിച്ചു. രോഹിയേട്ട, മടുത്തേട്ടാ എനിക്ക്. അമ്മയുടെ കാര്യം പറഞ്ഞ് എത്ര നാളാ ഇങ്ങനെ ഇരിക്കുന്നേ? നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഫോണിലൂടെയുള്ള ജീവയുടെ കൊഞ്ചൽ കേട്ടപ്പോൾ രോഹിത്തിന് ആദ്യമായി അവളോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി. ജീവ, ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് വയ്യെന്ന്. ഒരു സിനിമയ്ക്കൊന്നും വരാനുള്ളൊരു മൂഡിലല്ല ഞാൻ. നീ ഒന്ന് മനസ്സിലാക്ക്, അവൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. ഓ, അപ്പോൾ ആ ഉമ്മപ്പെണ്ണിൻ്റെ കൂടെ അവിടെ ഇരിക്കാനാണോ താല്പര്യം? അവൾ വല്ല ആംഗ്യവും കാട്ടി ഏട്ടനെ മയക്കിയോ? ജീവ ഒരു തരം പരിഹാസത്തോടെ ചോദിച്ചു. അവളുടെ ആ പരിഹാസം കലർന്ന ചിരി അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മതി ജീവ, വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട. എനിക്ക് വരാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ടല്ലേ. അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമ്പോൾ സിനിമയ്ക്ക് വരാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതിന് മറ്റുള്ളവരെ വെറുതെ അപമാനിക്കരുത്. എനിക്കിപ്പോൾ സംസാരിക്കാൻ മൂഡില്ല, ഞാൻ വെക്കുകയാണ്. പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ രോഹിത് ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു. അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അവൻ കണ്ണുകൾ അടിച്ച് ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചുവിട്ട് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. അവന് അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി. അവൻ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുകയാണ് ശിവ. അമ്മ മതിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവൾ നിർബന്ധിച്ച് അമ്മയെക്കൊണ്ട് കഴിപ്പിക്കുകയാണ്. അമ്മയുടെ ഓരോ ചെറിയ വേദന പോലും അവൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുക്കുന്നത് പോലെ അവന് തോന്നി. താൻ നോക്കുമ്പോൾ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് വലിയൊരു കുറവായിട്ടാണ് താൻ കരുതിയിരുന്നത്. പക്ഷേ അവൾ എത്ര മനോഹരമായിട്ടാണ് തൻ്റെ അമ്മയെ നോക്കുന്നത്. വാക്കുകൾക്ക് അപ്പുറം അവൾ പകർന്നു നൽകുന്ന ആശ്വാസം അമ്മയ്ക്ക് അത്രമേൽ വലുതായിരുന്നു.
ആശുപത്രിയിലായിരുന്ന ഈ 3 ദിവസവും ശിവ പഴയതുപോലെ തന്നെയായിരുന്നു. രോഹിത്തിനോട് കൂടുതൽ അടുക്കാനോ എന്നാൽ അകൽച്ച കാണിക്കാനോ അവൾ മുതിർന്നില്ല. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അമ്മ ഡിസ്ചാർജായി വന്ന് പിറ്റേന്ന് തന്നെ ശിവ രേവതിയെ നിർബന്ധിച്ച് കോളേജിലേക്ക് പറഞ്ഞയച്ചു. അമ്മയെ താൻ നോക്കിക്കോളാമെന്നും അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ടെന്നും ശിവ രേവതിയോട് പറഞ്ഞു. ശിവ സ്വന്തം അമ്മയെപ്പോലെ തന്നെ അമ്മയെ നോക്കും. അത് രേവതിക്ക് അറിയാം. അതാണ് രേവതിയുടെ ധൈര്യം. കോളേജിലേക്ക് പോകുന്നതിനു മുൻപായി അവളും രേവതിയും ചേർന്ന് അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നീട് അടുക്കളയിലും മറ്റുമുള്ള ജോലി ശിവയും. രോഹിത്തും ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട്. രേവതി കോളേജിൽ പോയാലും അമ്മയ്ക്ക് താങ്ങായി തണലായി ശിവ എപ്പോഴും കൂടെയുണ്ട്. ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോൾ രോഹിത്തിനും അതായിരുന്നു സമാധാനം. ശിവേ, അമ്മയെ നോക്കിക്കോണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇറങ്ങാൻ നേരം രോഹിത്ത് ശിവയോട് പറഞ്ഞു. ശിവയ്ക്ക് ഒരു നിമിഷം അന്ന് രോഹിത്തിനെ വീഡിയോ കോൾ ചെയ്തതാണ് ഓർമ്മ വന്നത്. ഇവിടെയും സ്വൈര്യം തരില്ലേ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തു കളഞ്ഞത്. തൻ്റെ വെപ്രാളം കണ്ടിട്ടും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടിട്ടും അവന് ഇത്തിരി പോലും അലിവ് തോന്നിയിരുന്നില്ല. എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കാൻ പോലും അവന് മനസ്സുണ്ടായിരുന്നില്ല. ആ അവനാണ് ഇപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറയുന്നത്. എന്തോ ചിന്തയിൽ എന്ന വണ്ണം നിൽക്കുന്നവളെ കണ്ട് അവൾ ഇപ്പോൾ എന്താണ് ചിന്തിച്ചിരിക്കുക എന്ന് രോഹിത്തിന് മനസ്സിലായി. എടോ, ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. താൻ അത് മറന്നു കളഞ്ഞേക്ക്. അതിന് വേണമെങ്കിൽ ഞാൻ ഇപ്പോഴും സോറി പറയാം. സോറി, അവൻ വല്ലാത്തൊരു കുറ്റബോധത്തോടെ പറഞ്ഞു. അതിന് അവളൊന്ന് അവനെ നോക്കി വെറുതെ ചിരിച്ചതേയുള്ളൂ. ഓഫീസിൽ എത്തിയതും ജീവ അവൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. പാർക്കിൽ പോകാം, സിനിമയ്ക്ക് പോകാം, അങ്ങനെയെല്ലാം പറഞ്ഞ്. എന്നാൽ 2-3 ദിവസമായി ഓഫീസിലേക്ക് വരാത്തതുകൊണ്ട് നല്ല തിരക്കാണെന്നും പറഞ്ഞ് രോഹിത്ത് ഒഴിഞ്ഞു മാറി. അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഓഫീസിലെ തിരക്കുകൾ അവൾക്കറിയാം. അവൻ ഈ ഓഫീസിൻ്റെ ഓണർ കൂടി ആയതുകൊണ്ട് അവന് നല്ല തിരക്കായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. എടോ, നമ്മൾ തമ്മിലുള്ള ഈ കല്യാണം ഒന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. എന്നിട്ട് കാണിച്ചു തരാം തനിക്ക് ഞാൻ ആരാണെന്ന്. താനിപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ സ്വത്തുക്കളെല്ലാം എൻ്റേതായിരിക്കും. നോക്കിക്കോ. മനസ്സിൽ അതും പറഞ്ഞുകൊണ്ടാണ് ജീവ അവൻ്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയത്. അവൾ വാതിൽ തുറന്നു പോയതും രോഹിത് ഒന്ന് നെടുവീർപ്പിട്ടു. മനസ്സൊന്ന് ശാന്തമാക്കാനായി അവൻ കണ്ണുകളടച്ച് പതിയെ സീറ്റിലേക്ക് ചാരിയിരുന്നു. കണ്ണുകളടച്ചതും അവൻ്റെ ഉള്ളിലേക്ക് ഒരു പെണ്ണിൻ്റെ മുഖം ഓടി വന്നു. തൻ്റെ അമ്മയുടെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരിക്കുന്ന ഒരുവളുടെ മുഖം. തൻ്റെ അനിയത്തിക്ക് ചോറ് വാരിക്കൊടുക്കുന്ന ഒരുവളുടെ മുഖം. തൻ്റെ അച്ഛന് മരുന്നും വെള്ളവും മറക്കാതെ എടുത്തു കൊടുക്കുന്ന ഒരുവളുടെ മുഖം. അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പോൾ മനസ്സിൽ ഒരു തണുപ്പുണ്ട്, ഒരു പ്രത്യേക തണുപ്പ്. അവന് തന്നെ അത്ഭുതം തോന്നിപ്പോയി. ഇതുവരെ സംസാരിക്കാൻ കഴിയില്ല എന്ന കാരണത്താൽ അവജ്ഞയോടെ താൻ നോക്കിയിരുന്ന ആ പെണ്ണിനെ തന്നെയാണോ താനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നോർത്ത് അവന് വല്ലാത്ത അത്ഭുതം തോന്നി. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലേക്ക് വന്നതും നേരെ ചെന്നത് അമ്മയുടെ മുറിയിലേക്കാണ്. അവിടെ ചെന്നതും കണ്ടത് അമ്മയുടെ കാലുകൾ പതിയെ തടവിക്കൊടുക്കുന്ന ശിവയെയാണ്. അവളുടെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ രോഹിത്തിൻ്റെ ഉള്ളിലെ ആവലാതി ഒരു മഞ്ഞുരുകുന്നത് പോലെ ഉരുകിത്തീരുന്നതായി അവന് തോന്നി. എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത് പോലെ, സമാധാനം തോന്നുന്നത് പോലെ. അവൻ പതിയെ അവർക്കരികിലേക്ക് ചെന്നു. രോഹിത്ത് വരുന്നത് കണ്ട് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ കൈകൊണ്ട് അവളെ തടഞ്ഞു. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വീണ്ടും അമ്മയുടെ കാൽ തടവാൻ തുടങ്ങി. ഞാൻ ചെയ്യണോ ശിവ? അവൻ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ അന്ന് ആദ്യമായി വല്ലാത്തൊരു സ്നേഹം അവൾ അനുഭവിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ആ കണ്ണുകളിൽ വിരിഞ്ഞ തിളക്കം രോഹിത്തിന് വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകിയത്. രോഹിത്തിൻ്റെ മാറ്റം കണ്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നീ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചോ മോനെ? അമ്മ ചോദിച്ചു. ഇല്ലമ്മേ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്തെങ്കിലും വല്ലായ്മ തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. കുഴപ്പമൊന്നും ഇല്ലടാ മോളെ. ശിവ, മോള് ചെല്ല്. എന്നിട്ട് ഇവന് എന്തെങ്കിലും കുടിക്കാൻ എടുത്തു കൊടുക്ക്, അമ്മ പറഞ്ഞു. അവരെ 2 പേരെയും തനിച്ചു വിടുക എന്നതായിരുന്നു അപ്പോൾ അവരുടെ ഉള്ളിൽ. അങ്ങനെയെങ്കിലും അവർ തമ്മിലൊന്ന് അടുക്കുകയാണെങ്കിൽ അടുക്കട്ടെ എന്ന് അവർ കരുതി. പെട്ടെന്നാണ് രോഹിത്തിൻ്റെ ഫോൺ റിങ് ചെയ്തത്.
അവൻ ഫോൺ എടുത്തു നോക്കി. ജീവയാണ്. മുൻപൊക്കെ അവൾ വിളിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആവേശം എന്തോ ഇപ്പോൾ അവനില്ല. പകരം എന്തോ വല്ലാത്തൊരു മടുപ്പാണ് അവന് തോന്നുന്നത്. അവൻ ആ കോൾ എടുത്തില്ല. അത് സൈലൻ്റാക്കി പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. ആരാ മോനെ അത്? അമ്മ ചോദിച്ചു. അത് അത് അത്ര അത്യാവശ്യമുള്ള കോളൊന്നുമല്ല അമ്മേ. ഓഫീസിൽ നിന്നാണ്. ഞാൻ തിരിച്ചു വിളിച്ചോളാം. പറഞ്ഞുകൊണ്ട് അവനൊന്ന് അമ്മയെയും ശിവയെയും നോക്കി പതിയെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു. പക്ഷേ അവൻ്റെ ആ വെപ്രാളത്തിൽ ശിവയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പോയിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഈ ദിവസങ്ങളിലൊക്കെ രോഹിത്തിൻ്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവനിപ്പോൾ അവളോട് ദേഷ്യപ്പെടുന്നില്ല. ഇടയ്ക്ക് അവളോട് വിശേഷങ്ങൾ ചോദിക്കും. അവൾ ആംഗ്യം കാണിക്കുമ്പോൾ അവൻ ശ്രദ്ധയോടെ അവളെ തന്നെ നോക്കിയിരിക്കും. ചിലപ്പോൾ അവൾ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കണ്ട് അവനറിയാതെ ചിരിച്ചു പോകാറുമുണ്ട്. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവൾ ഓരോ കാര്യങ്ങളും എത്ര ഭംഗിയായാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് വെള്ളം വേണോ, മരുന്ന് കൊടുക്കേണ്ട സമയമായോ എന്നൊക്കെ അവൾക്ക് കൃത്യമായ നിശ്ചയമുണ്ട്. അവൻ്റെ ഉള്ളിൽ അവൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ അവളുടെ അമ്മയും അച്ഛനും ഹോസ്പിറ്റലിലും ഇവിടെ വീട്ടിലും വന്ന് അമ്മയെ കണ്ടുപോയിരുന്നു. എല്ലാവരും അവളോട് കാണിക്കുന്ന സ്നേഹത്തിൽ അവരുടെ മനസ്സ് വീണ്ടും നിറഞ്ഞു. രോഹിത്തും ഈ പ്രാവശ്യം വളരെ സ്നേഹത്തോടെയാണ് അവളുടെ അമ്മയോടും അച്ഛനോടും പെരുമാറിയിരുന്നത്. അത് അഭിനയമായിരുന്നില്ല, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വന്നത് തന്നെയായിരുന്നു. രോഹിത്ത് ശിവയെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചു. ഓഫീസിൽ പോകുമ്പോഴും അവന് വീട്ടിലെത്താൻ വല്ലാത്തൊരു തിടുക്കമായിരുന്നു. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവൻ അമ്മയ്ക്കൊപ്പം മുറിയിലിരിക്കും. അവിടെ ആ മുറിയിൽ ശിവയുമുണ്ട്. അമ്മയുടെ കയ്യിലും മുടിയിലുമൊക്കെ തലോടി അവളും, അവളെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയും. അവരങ്ങനെ ഇരിക്കുന്നത് കാണാൻ അവന് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. അവൾ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആംഗ്യങ്ങൾ മനസ്സിലാക്കാൻ അവൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൾക്കും പതിയെ ചിരി വരാൻ തുടങ്ങി. പണ്ട് അവൾ ആംഗ്യം കാണിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം തോന്നിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അവന് കൗതുകമാണ്. അവൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവൻ കൂടുതൽ അവളിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി. അന്നൊരു ദിവസം വൈകുന്നേരം ശിവ മുറിയിലേക്ക് വരുമ്പോഴാണ് മുറിയിൽ നിന്നും രോഹിത്തിൻ്റെ സംസാരം കേൾക്കുന്നത്. ആ സംസാരം കേട്ട് അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. എന്താ ജീവ നിനക്ക് വേണ്ടത്? ഞാനിപ്പോൾ നീ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഉള്ളതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? രോഹിത്ത് ദയനീയമായി തന്നെ ചോദിച്ചു. അതിന് ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലല്ലോ, വീട്ടിലല്ലേ. നമുക്ക് നാളെ എന്തായാലും സിനിമയ്ക്ക് പോകണം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രോഹിയേട്ടൻ വന്നേ പറ്റൂ. ജീവ ആജ്ഞാപിക്കുന്നത് പോലെ അവനോട് പറഞ്ഞു. അവളുടെ ആജ്ഞാപിക്കുന്ന സ്വരം അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വരാൻ പറ്റില്ല ജീവ. അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ സിനിമയ്ക്ക് വരുന്നത് ശരിയല്ല. പിന്നെ ഇനി നീ എന്നെ ഇങ്ങനെ ഒന്നിനും നിർബന്ധിക്കരുത്, അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം മാറി. രോഹിയേട്ടന് ഇപ്പോൾ ആ ഉമ്മപ്പെണ്ണിനോട് സ്നേഹം കൂടി വരികയാണല്ലോ രോഹിയേട്ട. അവൾ ഏട്ടനെ മയക്കിയെടുത്തോ? അവൾ മയക്കിയപ്പോൾ ഏട്ടൻ അതിൽ വീണുപോയോ? ഏട്ടൻ മറന്നുപോയോ? ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവളൊരു ഊമയാണെന്നും സംസാരിക്കാൻ കഴിയാത്ത അവൾ ഏട്ടൻ്റെ സങ്കല്പമല്ലെന്ന്, അവളെ ഇഷ്ടമല്ലെന്ന്? അവൾ അവന് ശിവയോടുള്ള ദേഷ്യം കൂട്ടാനായി പറഞ്ഞു. ജീവ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊന്നും നടക്കില്ല. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നീയും ഞാനും തമ്മിൽ കുറച്ച് സംസാരിച്ചു എന്നല്ലാതെ വേറെ യാതൊരു ബന്ധവുമില്ലല്ലോ. വെറുതെ പോലും നിന്നെ ഞാനൊന്ന് തൊട്ടിട്ടില്ല. എനിക്കിത് തുടർന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിവിടെ വെച്ച് നിർത്താം, അവൻ പറഞ്ഞു. അവൻ അത് പറഞ്ഞതും ജീവയൊന്ന് ഞെട്ടി. അതെ, താൻ പേടിച്ചത് തന്നെ നടന്നിരിക്കുന്നു. അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പാടില്ല, ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ. രോഹിയേട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നേ? എല്ലാം നിർത്താമെന്നോ? അതിനു മാത്രം ഇപ്പോൾ എന്തുണ്ടായി? ശരി, ഇന്ന് സിനിമയ്ക്ക് പോകേണ്ടെങ്കിൽ പോകണ്ട. വേറൊരു ദിവസം പോകാം. ഞാൻ കാത്തിരുന്നോളാം, അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് പോകുന്നതോ പോകാത്തതോ അല്ല ജീവ പ്രശ്നം. എനിക്കെന്തോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഒട്ടും കംഫർട്ട് അല്ലാത്തതുപോലെ. ശിവ, അവളൊരു പാവമാണ്. എന്നെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവളെ ഇനിയും ചതിക്കാൻ വയ്യ. അവൻ പറഞ്ഞു തുടങ്ങിയതേ അപ്പുറത്തു നിന്ന് ജീവ കരച്ചിൽ നാടകം തുടങ്ങി. അങ്ങനെയൊന്നും പറയല്ലേ രോഹിയേട്ട. രോഹിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ വെക്കാം. രോഹിയേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്ക്,
അപ്പോൾ എല്ലാം ശരിയാകും. പ്ലീസ് എന്നെ ഉപേക്ഷിക്കല്ലേ. ഏട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. പറഞ്ഞുകൊണ്ട് ജീവ കരയാൻ തുടങ്ങി. ജീവ, താൻ ഇങ്ങനെ കരയല്ലേ. ഇതൊക്കെ താനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. തനിക്ക് ആദ്യമേ അറിയാമായിരുന്നല്ലോ ഞാനൊരു ഭർത്താവാണെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെയാണ് ഇഷ്ടം. അവളൊരു പാവമാണ് ജീവ. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ എന്നെ വേണ്ടെന്നാണോ? ജീവ ചോദിച്ചു. അതെ, നമുക്ക് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം, രോഹിത് പറഞ്ഞു. ഉറപ്പാണോ? അവൾ വീണ്ടും ചോദിച്ചു. അതെ, അവൻ പറഞ്ഞു. അവൻ്റെ ശബ്ദം അത്രമേൽ ഉറച്ചതായിരുന്നു. ഇനി കരഞ്ഞു കാണിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കെന്നെ വേണ്ട. ആ പൊട്ടിപ്പെണ്ണിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്നാൽ ഒരു കാര്യം കേട്ടോ. നാളെ രോഹിയേട്ടൻ എൻ്റെ കൂടെ സിനിമയ്ക്ക് വരും. ഇനി വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. അവിടെ വന്ന് എല്ലാം ഞാൻ വിളിച്ചു പറയും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ജീവ ഭീഷണി പോലെ പറഞ്ഞു. ഇതുവരെ വിളിക്കാത്തതുപോലെ താൻ, നീ എന്നൊക്കെയാണ് അവൾ വിളിച്ചതെന്ന് കണ്ട് അവൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി. ജീവയോട് ഇത് പറയുമ്പോഴും അവൾ ഇതെങ്ങനെ സഹിക്കും എന്നോർത്തൊരു കുറ്റബോധവും സങ്കടവും തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം പകരം വല്ലാത്തൊരു ശൂന്യതയാണ് തോന്നുന്നത്. താൻ ഇതുവരെ കണ്ട ജീവയെയല്ല ഇപ്പോൾ അവളെന്ന് അവന് തോന്നി. പെട്ടെന്നാണ് വാതിൽക്കൽ നിന്ന് ആരോ അകന്നു പോകുന്നത് പോലെ അവന് തോന്നിയത്. അവൻ വേഗത്തിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ശിവയാണ്. അവളെല്ലാം കേട്ടിട്ടുണ്ടാകുമോ? രോഹിത് ഒന്ന് ഭയന്നു. എല്ലാം അവളോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ താൻ പറയാതെ ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നറിയാത്തൊരു ടെൻഷൻ അവനുണ്ടായിരുന്നു. അവനൊരു വെപ്രാളത്തോടെ അവൾക്ക് പിറകെ ചെന്നു. അവൾ അമ്മയുടെ മുറിയിലേക്കാണ് ചെന്നത്. അമ്മ കണ്ണ് തുറന്നു വെച്ച് കിടപ്പുണ്ട്. അവൾ അമ്മയ്ക്കരികിൽ ചെന്ന് അമ്മയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു. എന്തു പറ്റി അമ്മയുടെ കുഞ്ഞിന്? ജോലി എടുത്തെടുത്ത് വെയ്യാണ്ടായോ? ഒത്തിരി ക്ഷീണിച്ചോ? അമ്മ അവളെ ഒരു കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും പറയാതെ, മുഖമൊന്ന് ഉയർത്തി നോക്കുക പോലും ചെയ്യാതെ അമ്മയുടെ നെഞ്ചിലേക്ക് തന്നെ മുഖം ഒന്നുകൂടെ അമർത്തി വെച്ചു. അമ്മയുടെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന അവളെ കണ്ട് രോഹിത്തിന് വല്ലാത്ത സങ്കടം തോന്നി. അവൾക്ക് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകും, സങ്കടം വന്നിട്ടുണ്ടാകും. അവളെ ഓർത്ത് അവന് വല്ലാത്തൊരു അലിവ് തോന്നി, നോവ് തോന്നി. അമ്മ അവനെ കണ്ടിട്ടില്ല. അവൻ അമ്മയുടെ മുറിയിലേക്ക് കയറാതെ പതിയെ തിരിഞ്ഞു നടന്നു. ജീവ, അവൾ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അവന് തോന്നി. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു. ജീവ ഇനി എന്തെല്ലാം ചെയ്യുമെന്നോർത്തുള്ള പേടിയുണ്ട്. അതിൻ്റെ കൂടെ ശിവ തന്നിൽ നിന്നും അകന്നു പോകുമോ എന്ന പേടി വേറെയും. അവൾ താൻ പറഞ്ഞത് മുഴുവൻ കേട്ടു കാണുമോ? അതോ അവൾ വിചാരിക്കുന്നുണ്ടാവുക താൻ ഇപ്പോഴും ജീവയെ സ്നേഹിക്കുന്നുണ്ടാകും എന്നാകുമോ? അവന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വെല്ലായ്മ തോന്നി. പക്ഷേ ആ വെല്ലായ്മ അത്രയും ശിവയെക്കുറിച്ചോർത്താണ്, ശിവയ്ക്ക് വേണ്ടിയാണ്. രാത്രി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷം എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. അത്താഴം കഴിക്കുന്ന സമയത്ത് ശിവ രോഹിത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അത് അവന് വല്ലാത്തൊരു വെപ്രാളവും സങ്കടവും തീർക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ തൻ്റെ കൺമുൻപിൽ നിന്നിട്ടും തൻ്റെ ഒരു നോട്ടത്തിനായി അവൾ കൊതിയോടെ കാത്തിരുന്നിട്ടും താൻ അവളെ അവഗണിച്ചു കളഞ്ഞിട്ടേയുള്ളൂ. നോക്കിയത് അത്രയും വെറുപ്പോടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ ഒരു നോട്ടം കിട്ടാതെയാകുമ്പോൾ തൻ്റെ മനസ്സ് ഇത്രമേൽ ആകുലതപ്പെടുന്നത് എന്താണെന്നോർത്ത് അവന് തന്നെ അതിശയം തോന്നി. അവൻ്റെ നോട്ടം അത്രയും അവളിലായിരുന്നു. അച്ഛനും ദേവതയും അവൻ ശിവയെ നോക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അവർക്കുള്ളിൽ വല്ലാത്തൊരു സമാധാനം തോന്നി. അവൻ ശിവയെ സ്നേഹിച്ചു തുടങ്ങുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അമ്മയ്ക്ക് രാത്രിയിലെ മരുന്നെല്ലാം എടുത്തുകൊടുത്ത് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി വന്ന ശേഷമാണ് അവൾ മുറിയിലേക്ക് നടന്നത്. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. രോഹിത് കിടന്നിട്ടില്ല. ജനലിനോരം ചെന്ന് നിൽപ്പുണ്ട്. പുറത്തെ നിലാവെളിച്ചം ജനൽക്കമ്പികൾക്കിടയിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. അതറിഞ്ഞിട്ടും രോഹിത് തിരിഞ്ഞു നോക്കിയില്ല. അവൾ അവനെ ഒന്ന് വെറുതെ നോക്കിയ ശേഷം ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്നു. അലമാരയിൽ നിന്നും ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചു. അവൾ അതിലേക്ക് കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് രോഹിത് അവൾക്ക് നേരെ തിരിഞ്ഞത്. അവൻ അവൾക്കരികിലേക്ക് വന്നു. ശിവ, ഒന്ന് എഴുന്നേറ്റ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെയൊന്ന് നോക്കി.
ശിവ പ്ലീസ് ഒന്ന് എഴുന്നേറ്റേ, എന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് കേട്ടേ. ഇനിയും നിന്നോടിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകും. അവൻ്റെ ശബ്ദം അത്രമേൽ നേർത്തു പോയിരുന്നു. ശിവ എഴുന്നേറ്റിരുന്ന് എന്താണെന്ന ചോദ്യഭാവത്തിൽ അവനെ നോക്കി. രോഹിത് ജനലിനരികിൽ ചെന്നു നിന്നു. പിന്നെ തിരിഞ്ഞ് ശിവയെ നോക്കി. അവൾ എഴുന്നേറ്റ് അവനരികിൽ ചെന്നു നിന്നു. രോഹിത് വല്ലാത്ത അസ്വസ്ഥതയോടെ വിരലുകൾ കോർത്തു പിടിച്ചിരുന്നു. എല്ലാം അറിയുമ്പോൾ ശിവ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് അവൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം തന്നെ പുകയുകയായിരുന്നു. അവൾ തന്നെ വേണ്ടെന്ന് വെക്കുമോ? തന്നെ ഉപേക്ഷിച്ച് പോകുമോ? അങ്ങനെയൊന്ന് അവന് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. ശിവ കൂടെയില്ലാത്തൊരു ജീവിതം അവന് സങ്കല്പിച്ചു നോക്കാൻ പോലും പേടി തോന്നി. ശിവ അവനെ തന്നെ നോക്കി വെറുതെ അങ്ങനെ നിന്നതേയുള്ളൂ. രോഹിത് പതിയെ ജീവയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അവർ പരിചയപ്പെട്ടത്, അവൻ കാണിച്ച മണ്ടത്തരങ്ങൾ, ഇടയ്ക്ക് വന്ന ഫോൺ കോളുകൾ, എല്ലാം ഒരു പുഴ പോലെ അവർക്കിടയിലൂടെ ഒഴുകി. ഇതെല്ലാം പറയുമ്പോൾ രോഹിത്തിൻ്റെ തല താഴ്ന്നിരുന്നു. ഒരു നോട്ടം പോലും അവൻ അവളെ നോക്കിയില്ല. അതിനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. എനിക്ക് തെറ്റുപറ്റി ശിവ, വലിയ തെറ്റ്. നിനക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന കാരണം കൊണ്ട് മാത്രം നിന്നെ ഞാൻ അവഗണിച്ചു. പകരം ജീവയുടെ ആ വാക്കുകളിൽ ഞാൻ മയങ്ങിപ്പോയി. പക്ഷേ ഈ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് നീ എനിക്ക് കാട്ടിത്തന്ന സ്നേഹമുണ്ടല്ലോ. ഞാൻ ഇപ്പോഴാ ശിവ നിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത്, നിന്നെ അറിയാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ, അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടം, ഒത്തിരി ഇഷ്ടം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ട്, നിന്നെ സ്നേഹിച്ച് എല്ലാ അർത്ഥത്തിലും. പക്ഷേ ജീവയെക്കുറിച്ച് മറച്ചു വെക്കാൻ തോന്നിയില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിനക്കെന്നെ സ്നേഹിക്കാമോ ശിവ? എന്നോട് പൊറുക്കാമോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. രോഹിത് പറഞ്ഞു നിർത്തിയതും ശിവ ഒരു നിമിഷം തകർന്നു പോയി. അവളുടെ ഹൃദയം പിടച്ചുപോയി. കുറച്ചു മുൻപ് അവൻ്റെ ആ ഫോൺ കോളിൽ നിന്നും തന്നെ അറിഞ്ഞതാണ് അവന് വേറൊരാളെ ഇഷ്ടമുണ്ടായിരുന്നെന്നും, എന്നാൽ ഇപ്പോൾ തന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നും. സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നിപ്പോയിരുന്നു ആ സമയം. അവളുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങി. താൻ ഇത്രയും കാലം സ്നേഹിച്ച ആൾ മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടന്നു എന്ന സത്യം അവളെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു, വേദനിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നത് ആ വേദനയുടെ മുറിവിൽ മരുന്ന് പുരട്ടുന്നുണ്ട്. അവൾ കുറച്ചു നേരം നിശബ്ദമായി ഇരുന്നു. അവളുടെ ആ നിശബ്ദത രോഹിത്തിനെ വല്ലാതെ ഭയപ്പെടുത്തി. ശിവേ, നീ എന്നെ വേണ്ടെന്ന് വെക്കുമോ ശിവേ? അവളോട് കുറെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറൊരു അർത്ഥത്തിലും ഞാൻ അവളെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. സത്യം, അവൻ വീണ്ടും പറഞ്ഞു. പറഞ്ഞതൊക്കെ ശരിയാണ്. തമ്മിൽ സംസാരിച്ചു എന്നല്ലാതെ അവർ തമ്മിൽ വേറൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. നേരത്തെ ഫോണിലൂടെ ആ കാര്യം സംസാരിക്കുന്നത് താൻ കേട്ടതാണല്ലോ. ശിവേ, അവൻ വീണ്ടും വിളിച്ചു. അത്രമേൽ ദയനീയമായൊരു വിളി. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവൾക്കും ആകില്ലായിരുന്നു. അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സ്നേഹം, അത്രമേൽ കൊതിച്ചിട്ടുണ്ട് ഈ നെഞ്ചിലെ ചൂടും സ്നേഹവും. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചത് പെട്ടെന്നായിരുന്നു. രോഹിത് ഒന്ന് ഞെട്ടി. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്ഭുതത്തോടെ അവളെ നോക്കി. അവളുടെ കണ്ണീര് വീണ് അവൻ്റെ നെഞ്ചാകെ നനഞ്ഞു. കുറ്റബോധം കൊണ്ട് അവൻ ആ കണ്ണീരിൻ്റെ ചൂടിൽ ചുട്ടുപൊള്ളി. ശിവ, നിനക്ക് അപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ഞാൻ നിന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നില്ലേ? നിന്നെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ? കണ്ടില്ലെന്ന് നടിച്ചില്ലേ? രോഹിത് നിറഞ്ഞ കണ്ണുകളോടെ അവളോട് ചോദിച്ചു. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ മുടിയിലൂടെ തലോടുന്നുണ്ടായിരുന്നു. ശിവന്യ പതിയെ അവൻ്റെ കണ്ണുകൾ രണ്ടും തുടച്ചു കൊടുത്തു. പിന്നെ അവനോട് പതിയെ കൈകൊണ്ട് പറഞ്ഞു. ഏകദേശം എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏട്ടൻ ഞാൻ ചോദിക്കാതെ തന്നെ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞില്ലേ? എന്നോട് സത്യം പറയാൻ കാണിച്ച ആ മനസ്സ് മതി എനിക്ക്. പിന്നെ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? എന്നെ മാത്രമാണ് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് എനിക്കിപ്പോൾ ഏട്ടനോട് ദേഷ്യമില്ല. രോഹിത്തിന് ഇപ്പോൾ അവളുടെ ഭാഷ വ്യക്തമായി മനസ്സിലാവും. അവൾ പറഞ്ഞത് കേട്ട് കുറ്റബോധം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൻ അവളെ ഇറുക്കെ പുണർന്നു. ഇത്രയും കാലം താൻ തേടി നടന്നത് വെറും പൊള്ളയായിരുന്നെന്നും തൻ്റെ ജീവൻ തൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നെന്നും അവൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കി.
അവൻ എന്താണെന്ന് പുരികമുയർത്തി ചോദിച്ചു. അത് അത് ഞാൻ ഊമയാണ്. എനിക്ക് സംസാരിക്കാൻ ഞാൻ ഏട്ടന് ചേരുവോ? അവൾ പറഞ്ഞു വന്നതേ അവൻ അവളുടെ വാ പൊത്തി. ചേരും, എനിക്ക് എൻ്റെ ഈ ഊമപ്പെണ്ണെ ചേരൂ. പിന്നെ ഇനി ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ സോറി പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഇനിയും പറയാം. പറഞ്ഞു വന്നതും അവൾ അവൻ്റെ വാ പൊത്തിക്കളഞ്ഞു. പിന്നെ ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖമമർത്തി. അവൻ്റെ ചുണ്ടിലും മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ സമയം. അമ്മയും മിഥുനുമൊക്കെ പറഞ്ഞത് സത്യമാണ്. തൻ്റെ ഭാഗ്യമാണ് ഈ പെണ്ണ്, അതിലേറെ ഒരു പാവവും. ഇവളെ തന്നോട് ചേർത്ത് വെച്ച അമ്മയോടും അച്ഛനോടും അന്ന് അവന് ഒത്തിരി നന്ദി തോന്നിപ്പോയി. എന്നാൽ എൻ്റെ മോളിനി ഈ തറയിൽ കിടന്നത് മതി പറഞ്ഞുകൊണ്ട് അവൻ നിലത്തു നിന്ന് ബെഡ്ഷീറ്റ് എടുത്തു മടക്കി വെച്ചു. പിന്നെ കട്ടിലിലേക്ക് കിടന്ന് രണ്ടു കൈയും വിരിച്ചു പിടിച്ചു വെച്ചു. അവൾ അവൻ്റെ കൈയിലേക്ക് തലവെച്ച് നെഞ്ചിലേക്ക് ചേർന്നു കിടന്നതും അവൻ അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. അന്ന് ആദ്യമായി പരസ്പരം സ്നേഹത്തിൻ്റെ ചൂടറിഞ്ഞ് അവർ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ രാത്രിയിലെ ഈ സമാധാനവും സന്തോഷവും അധിക നേരം നീണ്ടു നിന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഗേറ്റിന് മുൻപിൽ ജീവയുടെ സ്കൂട്ടി വന്നു നിന്നു. അച്ഛൻ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ട് അച്ഛൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആരെ ഇത്ര രാവിലെ തന്നെ? ഒട്ടും പരിചയമില്ലാത്ത ആ പെൺകുട്ടിയെ കണ്ട് അച്ഛൻ പതിയെ പറഞ്ഞു പോയി. ചിലപ്പോൾ രേവതിയുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ആയിരിക്കും ഓർത്തുകൊണ്ട് അച്ഛൻ അകത്തേക്ക് നോക്കി രേവതിയെ വിളിച്ചു. എന്താ അച്ഛാ ചോദിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. മോളെ ഫ്രണ്ടാണോ ഇത്? അച്ഛൻ രേവതിയെ നോക്കി ചോദിച്ചപ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന ജീവയെ രേവതി ശ്രദ്ധിച്ചത്. അല്ല, എനിക്കറിയില്ല അച്ഛാ, അച്ഛനോട് പറഞ്ഞുകൊണ്ട് അവൾ ജീവയോട് ചോദിച്ചു. ആരാ, മനസ്സിലായില്ലല്ലോ? രോഹിയേട്ടനില്ലേ? ഞാൻ രോഹിയേട്ടനെ കാണാനാണ് വന്നത്. രോഹിയേട്ടനെ വിളിക്കൂ. ജീവ ഒരു പുച്ഛത്തോടെ തന്നെ പറഞ്ഞു. അച്ഛൻ്റെയും രേവതിയുടെയും നെറ്റി ഒന്ന് ചുളിഞ്ഞു. കൂടാതെ നെഞ്ചിനകത്ത് എന്തോ ഒരു തരം പേടിയും. അപ്പോഴേക്കും ഉമ്മറത്തെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും ശിവയും അവിടേക്ക് വന്നിരുന്നു. ഷർട്ടും ജീൻസും ധരിച്ച് മുറ്റത്ത് നിൽക്കുന്ന ജീവയെ കണ്ട് ശിവയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ രേവതിയെ നോക്കി കൈകൊണ്ട് ആരാ എന്ന് കാണിച്ചു. രേവതി അറിയില്ലെന്ന് തിരിച്ചു. എന്നാൽ ഈ സമയമൊക്കെയും ജീവ ശിവയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. ഇത്ര മേക്കപ്പിട്ട് ഒരുങ്ങി വന്നിട്ടും ഒരു ചമയങ്ങളും ഇല്ലാതെ നിൽക്കുന്ന ഇവളുടെ അടുത്ത് നിൽക്കാൻ പോലുമുള്ള ഭംഗി തനിക്കില്ലെന്ന് ജീവയ്ക്ക് തോന്നിപ്പോയി. എന്താ പറയുക, മഞ്ഞു പോലെ, ഒരു തുമ്പപ്പൂ പോലെ, അല്ലെങ്കിൽ മാലാഖ പോലെ ഒരു പെണ്ണ്. വെണ്ണയുടെ നിറമാണ് അവൾക്കെന്ന് ജീവയ്ക്ക് തോന്നി. ജീവയ്ക്ക് അവളോട് വല്ലാത്ത അസൂയ തോന്നി. സംസാരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് ഈ പെണ്ണിനെയൊക്കെ മാറ്റി നിർത്തിയ രോഹിത് ശരിക്കും ഒരു പൊട്ടനാണെന്ന് ജീവയ്ക്ക് തോന്നി. വീട്ടിൽ വരുന്നവരെ അകത്തേക്ക് ക്ഷണിക്കുന്ന മാന്യതയൊന്നും ഇവിടെ ആർക്കും ഇല്ലേ? ജീവ ഒരു പുച്ഛത്തോടെ തന്നെ ചോദിച്ചു. സോറി, അകത്തേക്ക് വരൂ. ആദ്യത്തെ ഞെട്ടൽ മാറിയതും നെഞ്ചിനകത്തെ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് രേവതി ജീവയെ അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് കയറിയ ജീവ ആ വീടൊന്നാകെ കണ്ണോടിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. രോഹിയേട്ടനെ വിളിക്ക്, എനിക്ക് നേരമില്ല, ജീവ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. രേവതി ഞെട്ടലോടെ ശിവയെ നോക്കി. ജീവയെ തന്നെ നോക്കി നിൽക്കുകയാണ് ശിവ. അവളുടെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് രേവതിക്ക് മനസ്സിലായില്ല. രേവതി വേഗത്തിൽ മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി. മുറിയിൽ ചെന്നതും രോഹിത് നല്ല ഉറക്കമായിരുന്നു. ഏട്ടാ, ഒന്ന് എഴുന്നേറ്റേ. രേവതി അവനെ തട്ടി വിളിച്ചു. എന്നാൽ അവൻ ഒന്നുകൂടി ചുരുണ്ടുകൂടി കിടക്കുകയാണ് ചെയ്തത്. ഏട്ടാ പ്ലീസ് ഒന്ന് എഴുന്നേറ്റേ, ഏട്ടനെ കാണാൻ ദാ ഒരു പെണ്ണ് വന്നിരിക്കുന്നു. രേവതി കുറച്ചുകൂടി ഉറക്കെ അവനെ വിളിച്ചതും രോഹിത് ഞെട്ടി കണ്ണു തുറന്നു. എന്താ എന്താ പറഞ്ഞേ? രോഹിത് ചോദിച്ചു. അവൻ്റെ മുഖത്തെ ആ ഞെട്ടലിൽ അവളുടെ കണ്ണൊന്നുടുക്കി. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കുന്നു, വേഗം ഒന്ന് താഴേക്ക് വന്നേ പറഞ്ഞുകൊണ്ട് രേവതി താഴേക്ക് നടന്നു. രോഹിത് വേഗം മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് ഒരു ടീഷർട്ടും എടുത്തിട്ട് താഴേക്ക് നടന്നു. താഴെ വന്നിരിക്കുന്നത് ആരാണെന്ന് അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഹാളിലെ സംസാരം കേട്ട് അമ്മ വിളിച്ചതും അച്ഛൻ അമ്മയ്ക്കരികിൽ ചെന്നിരുന്നു. എന്താ എന്താ പ്രശ്നം മാധവേട്ട? അമ്മ ആദിയോടെ ചോദിച്ചു. അറിയില്ല, നമ്മുടെ മോനെയും തിരക്കി ഒരു പെണ്ണ് വന്നിരിക്കുന്നു. അച്ഛൻ പറഞ്ഞതും അമ്മയ്ക്ക് വെപ്രാളമായി.
നീ ഇങ്ങനെ പേടിക്കാതെ, അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അച്ഛൻ മുറിയിലിട്ടിരിക്കുന്ന കസേരയിലേക്കിരുന്നു. കോണിപ്പടികൾ ഇറങ്ങി വരുന്ന രോഹിത്തിലായിരുന്നു ശിവയടക്കം എല്ലാവരുടെയും കണ്ണുകൾ. അവൻ ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്കരികിൽ വന്നു നിന്നു. നീ എന്താ ഇവിടെ? രോഹിത് ചോദിച്ചു. അവന്റെ സ്വരത്തിൽ ഒട്ടും മയമില്ലായിരുന്നു. ദേവതി ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ ഈ വന്നത് ആരാണെന്ന് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അവൾക്കൊട്ടും പേടി തോന്നിയില്ല. ഞാൻ എന്തിനു വന്നു എന്നത് അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ഞാൻ ആരാണെന്ന് ഇവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ലേ? ജീവ ചോദിച്ചു. രോഹിത് ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ട് ജീവ തന്നെ ഒരു ചിരിയോടെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ശരി, രോഹിയേട്ടൻ എന്നെ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തി തരാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ തന്നെ എന്നെ അങ്ങ് പരിചയപ്പെടുത്തിയേക്കാം, അല്ലേ രോഹിയേട്ട? ഒരു വല്ലാത്ത വിളിയോടെ അവനെ വിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. രോഹിത്തിന് പക്ഷെ പേടിയൊന്നും തോന്നിയില്ല. ഇന്നലെ രാത്രി ശിവയോട് എല്ലാം തുറന്നു പറഞ്ഞത് നന്നായെന്ന് അവന് തോന്നി. അതാണ് ജീവയ്ക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കാനുള്ള ധൈര്യവും. ഇല്ലെങ്കിൽ താൻ പെട്ടുപോയേനെ അവൻ ഓർത്തു. രോഹിത്തിന് യാതൊരു കുലുക്കവുമില്ലെന്ന് കണ്ട് ജീവയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഈ നിൽക്കുന്ന രോഹിയേട്ടനും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇങ്ങേരുടെ പൊട്ടിയായ ഭാര്യയെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ്. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് എത്രയും വേഗം അവളെ ഒഴിവാക്കി എന്നെ വിവാഹം ചെയ്യണം. പറഞ്ഞുകൊണ്ട് ജീവ സോഫയിൽ നിന്നും എഴുന്നേറ്റു. ജീവ പറഞ്ഞത് കേട്ട് രേവതിയും അമ്മയും അച്ഛനും ഞെട്ടിപ്പോയി. അമ്മ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു. ഇതെല്ലാം കേട്ടാൽ ശിവ എങ്ങനെ സഹിക്കുമെന്ന ആദിയായിരുന്നു അവർക്ക്. എന്നാൽ ശിവയ്ക്കും രോഹിത്തിനും യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളെ പൊട്ടിയെന്ന് വിളിച്ചത് രോഹിത്തിന് ഇഷ്ടമായില്ല. അവനൊരു നോവോടെ ശിവയെ ഒന്ന് നോക്കി. പക്ഷെ അവളത് കേട്ടിട്ട് പോലുമില്ലെന്ന് അവന് തോന്നി. ഒന്ന് ഞെട്ടുക പോലും ചെയ്യാതെ നിൽക്കുന്ന അവരെ കണ്ട് ജീവയുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? നിന്റെ ഭർത്താവും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. നിനക്കെന്താ ചെവിയും കേട്ടൂടെ? ജീവ ശിവയ്ക്ക് നേരെ അലറി. അപ്പോഴാണ് അടുക്കളയിൽ നിന്നും കുക്കർ വിസിലടിച്ചത്. അത് കേട്ട് ശിവ വേഗം അടുക്കളയിലേക്ക് നടന്നു. അപ്പോൾ ഇവൾക്ക് ചെവി കേൾക്കാം. എന്നിട്ടും ഇവളെന്താ ഞെട്ടാത്തത്? സംശയത്തോടെ ജീവ രോഹിത്തിനെ നോക്കുമ്പോൾ അവന്റെ ചുണ്ടിലൊരു ചിരിയാണ്. പുച്ഛം നിറഞ്ഞൊരു ചിരി. രേവതി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ഏട്ടത്തി വിളിച്ചുകൊണ്ട് രേവതി ശിവയുടെ തോളിൽ കൈവച്ചു. അവൾ കരയുകയാവുമെന്നാണ് രേവതി കരുതിയത്. എന്നാൽ തിരിഞ്ഞു നോക്കിയ ശിവയുടെ കണ്ണിൽ നനവിന്റെ ഒരംശം പോലുമില്ല. എന്താണിതൊക്കെ? രേവതിക്ക് അത്ഭുതം തോന്നി. ഏട്ടത്തി, അവര് പറയുന്നത്. രേവതി പറഞ്ഞു തുടങ്ങിയതും ശിവ അവളെ തടഞ്ഞു. എല്ലാം തനിക്ക് അറിയാമെന്നും അവളോടല്ല തന്നോടാണ് രോഹിത്തേട്ടന് ഇഷ്ടമെന്നും ശിവ പറഞ്ഞു. അപ്പോഴാണ് രേവതിക്ക് സമാധാനമായത്. അപ്പോഴേക്കും ഒരു വിസിൽ കൂടി വന്നിരുന്നു. നീ വാ, അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാമെന്നും പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് അവൾ രേവതിയെയും കൂട്ടി ഹാളിലേക്ക് തന്നെ നടന്നു. അപ്പോഴേക്കും ജീവയും രോഹിത്തും തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ജീവയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, ഇറങ്ങുകയല്ലേ? പിന്നെ നീ ഇന്ന് ഓഫീസിലേക്ക് വാ, ഇന്ന് മാത്രം. നിനക്കുള്ള ഡിസ്മിസൽ ഞാൻ ഓഫീസിൽ വെച്ച് തരാം. കൂട്ടത്തിൽ നിന്റെ കാമുകൻ ആ അജിത്തിനുള്ളതും കൊടുക്കാം. രണ്ടുപേരും കൂടി ഒരുമിച്ചെന്നെ ചതിക്കാൻ നോക്കിയാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? അതുകൊണ്ട് രണ്ടുപേർക്കും ഇനി പുതിയ സ്ഥാപനം നോക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ ചെന്ന് അവിടെയുള്ളവരുടെ കുടുംബം കൂടി കലക്കാൻ നോക്കരുത്. ശരിക്കും നിങ്ങളെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയാ ചെയ്യേണ്ടത്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇതിൽ ഞാനും തെറ്റുകാരനാണെന്ന നല്ല ബോധ്യം എനിക്കുള്ളതുകൊണ്ട്. പക്ഷേ ഇനിയും എന്നോട് എതിർത്തു നിന്നാൽ എനിക്കത് തന്നെ ചെയ്യേണ്ടി വരും. രോഹിത് ദേഷ്യത്തോടെ പറഞ്ഞതും ജീവ എല്ലാവരെയും ചുട്ടിരിക്കാൻ പാകത്തിലൊന്ന് നോക്കി. പിന്നെ ആരെയും നോക്കാതെ ദേഷ്യത്തിൽ ഒരിറങ്ങിപ്പോക്കായിരുന്നു. അവിടം വീണ്ടും ശാന്തമായി. അവൻ ശിവയ്ക്കരികിൽ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഇന്നലെ രാത്രിയാണ് അറിയുന്നത് അവളും അജിത്തും തമ്മിലുള്ള കളികൾ. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് എൻ്റെ സമ്പാദ്യമെല്ലാം തട്ടിയെടുക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അവളിപ്പോൾ ഇവിടെ വന്നാലും ഇല്ലെങ്കിലും അവർക്കുള്ള ഡിസ്മിസൽ ഞാൻ ഇന്നലെ തന്നെ കരുതി വെച്ചതാ, രോഹിത് പറഞ്ഞു.
അകത്തിരുന്ന അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി, സമാധാനമായി. ദേവതി രോഹിത്തിനെ കെട്ടിപ്പിടിച്ചു. ഇപ്പോഴാ ഏട്ടൻ എൻ്റെ ഏട്ടനായത്. ദേവതി ഒരു ചിരിയോടെ പറഞ്ഞതും രോഹിത് ഒരു കൈകൊണ്ട് ദേവതിയെയും ചേർത്ത് പിടിച്ചു. അന്ന് വൈകുന്നേരം അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ് മിഥുൻ. രോഹിത്തിനോടുള്ള ദേഷ്യം അവൻ്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച മിഥുനെ അമ്പരിപ്പിച്ചു കളഞ്ഞു. അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കാൻ മത്സരിക്കുന്ന ശിവയും ദേവതിയും. ഏട്ടത്തിക്ക് കിടക്കണേ ഏട്ടൻ്റെ അടുത്തേക്ക് പോയിക്കോ, എനിക്ക് കിടക്കാൻ എൻ്റെ അമ്മയല്ലേ ഉള്ളൂ, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ കിടക്കും പറഞ്ഞുകൊണ്ട് രേവതി അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അത് കണ്ട് ശിവ ചുണ്ടു കൂർപ്പിച്ച് നിൽക്കുന്നുണ്ട്. അമ്മയുടെ മോളും ഇങ്ങു വന്നേ, അമ്മ ശിവയെയും അരികിലേക്ക് വിളിച്ചു. എന്നാൽ അപ്പോഴേക്കും രോഹിത് ശിവയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അയ്യോ വേണ്ട, ഇവൾക്ക് കിടക്കണിൽ ഞാനുണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ഇവള് എൻ്റെ അടുത്ത് തന്നെ കിടന്നോളും ശിവയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രോഹിത് പറഞ്ഞു. ശിവയും ദേവതിയും പരസ്പരം നോക്കി ചിരിച്ചു. സന്തോഷം കൊണ്ട് അമ്മയുടെ ചുണ്ടിലും മനോഹരമായൊരു പുഞ്ചിരി നിറഞ്ഞു നിൽപ്പുണ്ട്. മിഥുൻ ചുണ്ടിൽ വിരിഞ്ഞ ആ ചിരിയോടെ തന്നെ മുറിയിലേക്ക് കയറി. എന്താണ് ഇവിടെ വലിയ സ്നേഹപ്രകടനമൊക്കെയാണല്ലോ, അവർക്കരികിൽ വന്നു നിന്നുകൊണ്ട് മിഥുൻ കളിയായി ചോദിച്ചു. രോഹിത് വേഗം എഴുന്നേറ്റ് വന്ന് മിഥുനെ കെട്ടിപ്പിടിച്ചു. എടാ, നീ പറഞ്ഞതാണ് ശരി, ഞാൻ ഇത്രയും കാലം ഒരു മണ്ടനായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന നിധിയെ തിരിച്ചറിയാതെ ഞാൻ എവിടെയോ അലയുകയായിരുന്നു. നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു, താങ്ക്സ് ഡാ, രോഹിത് പറഞ്ഞു. മിഥുൻ ശിവയെ നോക്കി. അവൾ മിഥുനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരി മാത്രം മതിയായിരുന്നു മിഥുൻ്റെ മനസ്സ് നിറയാൻ. ഓ, എന്നിട്ട് ഞാനിവിടെ വന്നപ്പോഴല്ലേ നിനക്കിത് പറയാൻ തോന്നിയത്? മിഥുൻ പരിഭവം നടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ലടാ, ഞാൻ നിന്നോട് പറയാൻ ഇരിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനെല്ലാം ഇവളോട് ഇന്നലെ രാത്രിയാ പറഞ്ഞത് തന്നെ, രോഹിത് പറഞ്ഞത് മിഥുനൊന്ന് ചിരിച്ചു. പറഞ്ഞാലും ഇല്ലേലും നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാൽ മതിയടാ എനിക്ക്, അല്ലേ അമ്മേ? അവൻ രോഹിത്തിനെ നോക്കി പറഞ്ഞുകൊണ്ട് അമ്മയോട് ചോദിച്ചു. അമ്മ ചിരിച്ചുകൊണ്ട് അതേ എന്ന് തലയാട്ടി. ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മേ? അവൻ അമ്മയ്ക്കരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. സന്തോഷമുള്ളത് കൊണ്ട് വേദനയൊന്നും അറിയുന്നില്ല മോനെ, അമ്മ പറഞ്ഞതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ശിവയും ദേവതിയും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നിരുന്നു. അച്ഛൻ എവിടെ അമ്മേ? അവിടെയൊന്നും അച്ഛനെ കാണാതെ മിഥുൻ ചോദിച്ചു. എല്ലാം കലങ്ങിത്തെളിഞ്ഞ ദിവസല്ലേ, അച്ഛൻ എന്തൊക്കെയോ മധുരമൊക്കെ വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞു പോയതാ, ഇപ്പോൾ വരും, അമ്മ പറഞ്ഞു. ആഹാ, അപ്പോൾ കോളടിച്ചല്ലോ, ഞാൻ വന്നത് എന്തായാലും കറക്റ്റ് സമയത്താണ് അല്ലേ, മിഥുൻ ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. രാത്രിയായിരുന്നു മിഥുൻ പോകുമ്പോൾ. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷമാണ് അവൻ പോയത്. അല്ല, അപ്പോഴേ അവനെ അവർ വിട്ടുള്ളൂ. മിഥുൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ രോഹിത്തിന് മിഥുനോട് വല്ലാത്തൊരു സ്നേഹവും നന്ദിയും തോന്നി. തനിക്കരികിൽ നിൽക്കുന്ന ശിവയെ രോഹിത് ഒന്ന് നോക്കി. ആകാശത്തെ നിലാവ് മുഴുവൻ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് അവന് തോന്നി. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അവനെ നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. വാക്കുകളില്ലാത്ത അവളുടെ ആ സ്നേഹം ഒരു പുഴ പോലെ അവനിലേക്ക് ഒഴുകി. അവസാനം അതൊരു കടലായി തൻ്റെ ഉള്ളിൽ മാറിയെന്ന് തോന്നിയതും അവൻ അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നിരുന്നു.